അസ്സലാമു അലൈക്കും. അപ്പം ഇന്നത്തെ രാവിലത്തെ സ്പെഷ്യൽ മസാല ദോശയായിരുന്നു. അങ്ങനെ മസാല ദോശ ഒന്ന് തിന്നണമെന്ന് വിചാരിച്ചിട്ട് വൈകിട്ട് ഇന്നലെ രാവിലെ ഒരു ഉച്ചയാകുമ്പോൾ തന്നെ അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം അരച്ച് വെക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഉഴുന്നും അരിയും, അതായത് ഞാൻ ഇവിടെ 2 കപ്പ് പച്ചരിയും 1 കപ്പ് ഉഴുന്നുമാണ് എടുത്തിരിക്കുന്നത്. ഒരു നുള്ളു ഉലുവയും കൂടി ചേർത്തിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് വൈകുന്നേരം അരച്ചെടുക്കുന്നുണ്ട്. അതായത് 2 തവണയായിട്ടാണ് അരച്ചത്. അപ്പോൾ ഒരു തവണ ഇടുമ്പോൾ 1 കൈ ചോറ്, പിന്നെ രണ്ടാമത് ഇടുമ്പോൾ 1 കൈ ചോറ്, അങ്ങനെ ചോറ് ഇട്ടിട്ട് അരച്ചിട്ടുണ്ടായി. പിന്നെ കട്ടിയിലാണ് അരി അരക്കേണ്ടത്. അരിയുടെ മേലേക്ക് വെള്ളം വരാൻ പാടില്ല. അതേ ലെവലിൽ തന്നെ അരി അരച്ച് കഴിഞ്ഞ ഉടനെ കൈ വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെയാണെങ്കിൽ നല്ലപോലെ പൊങ്ങി വരും. അതിപ്പോൾ രാവിലെ പൊങ്ങിയിട്ടുണ്ട് അത്യാവശ്യം. അപ്പം ഇനി ആദ്യം ഞാൻ മസാലയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. മസാലയും 1 കുക്കറിൽ മസാലയും 1 കുക്കറിൽ സാമ്പാറിന് വേണ്ടിയും ഞാൻ വെച്ചു. ഇത് മസാല ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു 4-5 ഉരുളക്കിഴങ്ങ്, 2 ക്യാരറ്റും, 1 ബീട്രൂട്ട് ഫുള്ള് എടുത്തില്ലായിരുന്നു. ബീട്രൂട്ട് കൂടുതലിട്ട് ഒരു മധുരം വരുന്നുണ്ട്. ഇതിൻ്റെ പകുതി ബീട്രൂട്ട് എടുത്ത് ആദ്യം ഒന്ന് വേവിച്ചു. അല്ലെങ്കിൽ ഒരുമിച്ചിട്ടാൽ ബീട്രൂട്ട് വേവാൻ പാട് വരുന്നുണ്ട്. 2 വിസിലിന് ആദ്യം ബീട്രൂട്ട് വേവിച്ച് വീണ്ടും കിഴങ്ങും ക്യാരറ്റും അതിലോട്ട് തന്നെ ഇട്ടിട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒരു 2 വിസിലും കൂടി വെപ്പിച്ചു. ഇതിലോട്ട് ഞാൻ ആവശ്യത്തിനൊപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് 2 പച്ചമുളക് ഇട്ടിട്ട് വേവിക്കുന്നുണ്ട്. ഇത് സാമ്പാറിനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് വേവുമ്പോഴേക്ക് സാമ്പാറും കൂടി വെക്കുന്നുണ്ട്. 2 വിസിലിന് ഉരുളക്കിഴങ്ങും ക്യാരറ്റ് ഈ മിക്സ് ഒന്ന് വെന്തിട്ടുണ്ട്. ഇതിലുള്ള വെള്ളം ഉണ്ടെങ്കിൽ കുറ്റിക്കളയണം. പിന്നെ ഒരു വലിയ ഉള്ളി നേരിയതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായി. അപ്പോൾ പാന അടുപ്പത്ത് വെച്ച് ഓയിലൊഴിച്ച് കുറച്ച് ഉഴുന്നും കടുകും പൊട്ടിച്ചതിന് ശേഷം അതിലോട്ട് ഉള്ളി ഇട്ടൊന്ന് വാട്ടിയെടുത്തു. വേവിച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടാണ് ഈ ഉള്ളി വഴറ്റിയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ കുറച്ച് മുളക് പൊടി, 2 പച്ചമുളക്, പിന്നെ എരിവ് വേണ്ടവർക്ക് കുറച്ച് മസാലപ്പൊടിയോ മുളക് പൊടിയോ കുറച്ച് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ അത്ര അധികം മസാല ചേർത്തില്ല. ഞാനിവിടെ കുറച്ച് ചിക്കൻ മസാലയാണ് ചേർത്തത്. ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് ബീട്രൂട്ട് ഞാൻ സെപ്പറേറ്റ് ഇതാക്കിയിട്ട് ഒന്നുകൂടി ഉടച്ചെടുത്തതാണ്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് തേങ്ങ ചമ്മന്തി അരക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് മസാല ചുട്ട ഉടനെ തിന്നണം, അല്ലെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ലാസ്റ്റാണ് ദോശ ചുടുന്നത്. അപ്പം നോൺ സ്റ്റിക്ക് പാനിലോട്ട് വെച്ചിട്ട് ദോശ ഒന്ന് പരത്തി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു തവി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് പരത്തണം. നമ്മൾ സാധാരണ ഇഡ്ഡലിക്കും ദോശക്കൊക്കെ അരക്കുന്ന പോലെ അരച്ചിട്ട് ഈ രീതിയിൽ മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇടയ്ക്ക് നമ്മളങ്ങനെ ഉണ്ടാക്കും. അപ്പം വലിയ പണിയൊന്നുമില്ല. അപ്പം നമുക്ക് മസാല ദോശയൊക്കെ കടയിൽ പോയിട്ട് തന്നെ തിന്നണ്ടല്ലോ, വീട്ടിലാണെങ്കിലും അങ്ങനെ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. ഇത് ചൂടോടെ തിന്നാനാണ് ടേസ്റ്റ്.